മോനെ, ഒന്ന് മിണ്ടിക്കൂടെ എൻ്റെ കുട്ടിയെ. എന്ന് കേട്ടതാ നിന്റെ ശബ്ദം. കൊതിയായി ഒന്ന് കേൾക്കാൻ. കാണാൻ വന്നാലും നീ എൻ്റെ മുന്നിലേക്ക് വരില്ല. ഒന്ന് കേൾക്കെങ്കിലും ചെയ്യട്ടെ, ഒന്ന് സംസാരിച്ചൂടെ? എന്താ അമ്മയുടെ കുട്ടി മിണ്ടാത്ത കാശി? ഒന്ന് മിണ്ട അമ്മയുടെ കുട്ടി. എനിക്കിനിയും വയ്യ മോനെ, നിന്നെ കാണാതെയും നിന്റെ സ്വരം കേൾക്കാതെ ഇരിക്കാൻ. കാശി. കരച്ചിലൂടെ തേങ്ങിക്കൊണ്ട് പറയുന്ന അമ്മയുടെ സ്വരം അവൻ്റെ കാതുകളെ കുത്തി നോവിച്ചു. അവന് മിണ്ടാൻ പോലും കഴിയുന്നില്ലായിരുന്നു. തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലെ. അമ്മയൊന്ന് കാണാൻ അവൻ്റെ ഉള്ളം വല്ലാതെ തുടിച്ചു. പക്ഷേ താൻ തിരിച്ചു ചെന്നാൽ തൻ്റെ ഈ ദേഷ്യം കാരണം എല്ലാവരിൽ നിന്നും പഴികേട്ട് ആ ജന്മം ഇനിയും കരഞ്ഞു തീർക്കേണ്ടി വരുമെന്നോർത്ത് അവൻ അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് നിലത്തേക്കെറിഞ്ഞു. ആര് പറഞ്ഞാലും കാശിനാഥൻ ഇനി അങ്ങോട്ട് വരില്ല. എൻ്റെ ഈ കലി കാരണം എല്ലാവരിൽ നിന്നും വഴക്ക് കേൾക്കുന്നവളാണ് എൻ്റെ അമ്മ. ഞാൻ കാരണം ഇനി ആ കണ്ണുകൾ നിറയരുത്. എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ അറിയില്ല. ഞാൻ ഒരു കാലത്തും മാറില്ല. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഇവിടുന്ന്. അവൻ അലറിക്കൊണ്ട് ഭാസ്കറിനോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാശി. ഓഫീസിൽ നിന്ന് പോകുന്ന അവനെ ഭാസ്കർ അലിവോടെ വിളിച്ചു. ഐ വോണ്ട് കം ബാക്ക്. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. ഭാസ്കർ അടുത്ത് നിൽക്കുന്ന പരമേശ്വരന്റെ ഫോൺ മേടിച്ച് കാശിയുടെ അമ്മയുടെ ഫോൺ നമ്പർ ഡയൽ ചെയ്തു. മോൻ പോയോ? അകലെ നിന്നും താഴ്ന്ന സ്വരത്തിൽ കാശിയുടെ അമ്മ മഹാലക്ഷ്മി ചോദിച്ചു. പോയി, ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാശി പോയി. അത് പറയുമ്പോൾ വേദന കൊണ്ട് ഭാസ്കറിന്റെ കണ്ണുകൾ നിറയുന്ന പരമേശ്വരൻ കണ്ടു. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭാസ്കർ മഹാലക്ഷ്മിയോട് പറഞ്ഞു കൊടുത്തു. ബാസി, അവൻ വരും. എൻ്റെ മോൻ തിരിച്ചു വരും. തിരിച്ചു വന്ന അവൻ്റെ ദേഷ്യം ഇനി ഇവിടെ കാണിച്ച എല്ലാവരുടെയും വഴക്ക് കേൾക്കുമ്പോൾ ഞാൻ കരയുമെന്നോർത്താണോ എൻ്റെ കുഞ്ഞ് വരാത്തെ? ആര് വേദനിപ്പിച്ചാലും പെട്ടെന്ന് കരയുന്ന സ്വഭാവമായിപ്പോയി എൻ്റേത്. ഞാൻ കാത്തിരിക്കും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസത്തിനായി. അവൻ വരും. മഹാലക്ഷ്മിയുടെ സ്വരം മുറച്ചതോടെ സന്തോഷം കൊണ്ട് ഭാസ്കറിൻ്റെ കണ്ണുകൾ തിളങ്ങി. അയാൾ ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് പരമേശ്വരന് ഫോൺ കൊടുത്തു. സാർ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഞാൻ ആദ്യം കണ്ട സാറല്ല, കാശി വന്നപ്പോൾ കണ്ട സാറ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ കണക്ഷൻ? അയാളുടെ വാക്കുകൾ കേട്ട് ഭാസ്കർ പരമേശ്വരനെ നോക്കി. എന്നിട്ട് ചുണ്ടിൽ ചിരി വിടർത്തി. എൻ്റെ സഹോദരിയുടെ പുത്രനാടോ കാശിനാഥൻ, ഞങ്ങളുടെ കാശി. ആ പോകുന്ന വെറുമൊരു കലിപ്പനല്ല, സ്നേഹം കൊണ്ട് ഞങ്ങളുടെയൊക്കെ ഹൃദയം കവർന്നെടുത്ത കലിപ്പനാണ്. അവൻ ഈ ജയിലിൽ കഴിഞ്ഞ 5 വർഷം അവൻ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെ മനസ്സും വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഞാനുൾപ്പെടെ. ശത്രുക്കൾക്ക് ആഘോഷിക്കാനുള്ള നാളുകളായിരുന്നു. പിന്നീട് അങ്ങോട്ട് രക്ഷകനായവനെ തടവറയിലാക്കി രാക്ഷസന്മാർ കളത്തിലിറങ്ങി. കുടുക്കിയതാണ് എൻ്റെ കുഞ്ഞിനെ. അവൻ്റെ സ്വപ്നങ്ങൾ തകർക്കാൻ, അവൻ്റെ ജീവിതം തകർക്കാൻ. അവൻ പോയാൽ അവനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ അവനിരുന്ന സിംഹാസനത്തിൽ കയറിക്കൂടാനിരിക്കുന്നവൻ. ആ കൊലപാതകം ചെയ്ത യഥാർത്ഥ കൊലയാളി ആരെന്നറിയില്ല. പക്ഷേ കാശി പറഞ്ഞല്ലോ സാറിൻ്റെ വീട്ടിലാണ് കൊലയാളിയെന്ന്. അവൻ പറഞ്ഞയാളെ അവനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സംശയമുണ്ട്. പക്ഷേ അയാളാണ് കുറ്റം ചെയ്തതെന്ന് തെളിവില്ല. തെളിവുകളെല്ലാം കാശിക്കെതിരായിരുന്നു. കോടതി അവൻ 5 വർഷത്തെ ശിക്ഷ വിധിച്ചു. എല്ലാം പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, കലികയറിയാൽ തള്ളിത്തീർക്കുന്ന തെമ്മാടി. കൊന്നെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും വിധമായിരുന്നു അവൻ്റെ ദേഷ്യം. ഞങ്ങളുടെ കാശി കൊല്ലില്ല, കൊന്നിട്ടില്ല ആരെയും. അവനെ സ്നേഹിക്കുന്നവർക്കേ അവനെ അറിയൂ. അവൻ്റെ ചിന്ത മുഴുവൻ അവൻ്റെ സ്വപ്നത്തിലായിരുന്നു. പക്ഷേ കൂടെ ദേഷ്യമുള്ളതുകൊണ്ട് തെമ്മാടി എന്ന പേര് കേട്ടുകൊണ്ടിരുന്നു. എല്ലാം പറഞ്ഞ ഭാസ്കർ നിറഞ്ഞു വന്ന കണ്ണുനീർ കൈകൊണ്ട് അമർത്തി തുടച്ചു. ദേഷ്യം വന്നാൽ നമ്മളെയൊക്കെ സ്നേഹത്തോടെ ശാസിക്കും. കുറുമ്പനാണ് ചെറുപ്പം മുതൽ. ഇപ്പോൾ ഒന്നുകൂടി ദേഷ്യം കൂടിയിട്ടുണ്ട്. മീശയും താടിയൊക്കെ വന്ന് വലിയ ആളായി. 5 വർഷമായി. ഞങ്ങളെല്ലാം ആ കാണുന്ന വിസിറ്റേഴ്സ് ഹാളിൽ വന്ന് നിരാശയോടെ തിരിച്ചു പോകുന്നു. ഓരോ തവണ വരുമ്പോഴും പ്രതീക്ഷയോടെ വരും. ആദ്യമൊക്കെ പോലീസുകാർ അവനെ വിളിച്ചു കൊണ്ടുവരാൻ പോവുമായിരുന്നു. സാധിക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് അവർ നിർത്തി. ഇവിടുത്തെ പോലീസുകാർക്കൊക്കെ എല്ലാം അറിയാം. മുഹമ്മദിനൊക്കെ പ്രത്യേകിച്ചും. തന്നെപ്പോലെ അവരൊക്കെ പണ്ട് ഇതുപോലെ അവനെ വിളിച്ചുകൊണ്ടുവരാൻ പോയവരാണ്. പിന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. അവൻ വരില്ലെന്ന് പറയാമെന്ന് അവർക്കും മടുത്തു. എന്നാലും ഞങ്ങളെല്ലാവരും ഇവിടെ വന്നു പോകും. ലക്ഷ്മിയുടെ കരച്ചിൽ കേൾക്കാൻ വയ്യാതായപ്പോൾ പോന്നതാണ്. അവൻ്റെ ശബ്ദമെങ്കിലും കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ അതെങ്കിലും ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കണ്ടേ? പാവാണ് എൻ്റെ ലക്ഷ്മി. സ്ഥിരമായി അടിയുണ്ടാക്കുന്നതുകൊണ്ട് അവൻ്റെ നമ്പർ ഇവിടെ ഫേമസ് ആണ്. താനിവിടെ പുതിയതായതുകൊണ്ട് ഒന്ന് ദേഷ്യത്തോടെ തന്നെയൊന്ന് വിരട്ടിയത് വേഗം പോയി അവനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയാണ്. എവിടെ തന്നെയും കാണാനില്ല, അവനെയും കാണാനില്ല. പണി പാളിയൊന്ന് കരുതിയിരിക്കുമ്പോഴല്ലേ സിംഗക്കുട്ടിയുടെ കലക്കൻ എൻട്രി. കണ്ണ് ചെറുതായിട്ട് തുറന്നാ കണ്ടത്. ഭാസ്കർ ഒന്ന് ചിരിച്ചു. ഇന്ന്
ഞാൻ വന്നെന്ന് അവനോട് പറയണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോൾ തനിക്ക് മനസ്സിലായില്ലേ? ഭാസ്കറിന്റെ ചോദ്യം കേട്ട് മനസ്സിലായെന്ന രീതിയിൽ പരമേശ്വരൻ തലയാട്ടി. അയാൾ വീണ്ടും തുടർന്നു. വീട്ടിൽ നിന്ന് ആര് വന്നാലും അവൻ വരില്ല. ഈ ഏരിയയിലേക്ക് വന്ന പോലും അന്ന് കയറിയതിനു ശേഷം ഇപ്പോഴായിരിക്കും. ആരെയും കാണ്ട എന്ന് പറഞ്ഞെന്ന് വാടം വന്ന് പറയുമ്പോൾ വേദന കൊണ്ട് ലക്ഷ്മി പലപ്പോഴും കരഞ്ഞ് തളർന്ന് വീണിട്ടുണ്ട്. അതൊന്നും അവനെ അറിയിച്ചിട്ടില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവന് സഹിക്കില്ല. തകർന്നു പോയിട്ടുണ്ടാവും അവൻ. ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും നാൾ ഇതിനുള്ളിൽ ജീവിച്ചില്ലേ? ആരായാലും പറഞ്ഞു പോകുന്ന വാക്കുകളെ അവനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. കേട്ടു നിൽക്കാനേ നമുക്കൊക്കെ പറ്റൂ. തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ അവൻ്റെ ജീവിതം. താൻ എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യണം. കാശിയുടെ ശിക്ഷ തീർന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇനി 14 ദിവസങ്ങൾ. ഡിസംബർ 31 അവൻ റിലീസാവും. അതുവരെ അവൻ ആരുമായും വഴക്കുണ്ടാക്കരുത്. 5 വർഷത്തിനിടയ്ക്ക് അവനുമായി ഇവിടെ പലരും തല്ലുണ്ടാക്കാൻ ചെന്നൊക്കെ ശത്രുക്കളുടെ കളിയാണ്. അവൻ ആരെങ്കിലും കൊന്ന് ഇവിടെ തന്നെ തീരാൻ. സ്ഥിരമായി വഴക്ക് നടക്കുന്നുണ്ട്. അവൻ്റെ മൈൻഡ് പോലും ആരെങ്കിലും കൊല്ലണമെന്ന ചിന്ത വന്നത് താനും ഇപ്പോൾ കേട്ടില്ലേ അവൻ പറഞ്ഞിട്ട് പോയത്? അവനിപ്പോൾ മുമ്പും ഇപ്പം നോക്കാനില്ല. അതുകൊണ്ട് താനിനി അവനെ സൂക്ഷിക്കണം. തടവുകാർ തമ്മിൽ അടിയുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ 14 ദിവസം കാശിക്ക് അവൻ അറിയാതെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അവനെ ഇവിടെ ഇട്ട് കൊല്ലാൻ വരെ പ്ലാൻ നടക്കുന്നുണ്ട്. ആരാണ് സാർ ഇത്ര വലിയ ശത്രുക്കൾ അവന്? ഞാൻ താമസിക്കുന്ന വീട്ടിലുള്ളവർ തന്നെ. അയാൾ ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയതിനോടൊപ്പം പരമേശ്വരനും ഭാസ്കർ പറയുന്ന കാര്യങ്ങൾ കേട്ട് റൂമിലേക്ക് കൂടെ കയറിപ്പോയി. കാശിനാഥൻ നേരെ പോയത് തടവുകാരുടെ ബാത്റൂമുകളുടെ അടുത്തുള്ള മുറ്റത്തേക്കാണ്. അവിടെയൊന്നും ആരും ഇല്ലായിരുന്നു. ചതുരാകൃതിയിൽ കെട്ടിപ്പൊക്കിയ വെള്ളം നിറച്ച ടാങ്കിൽ കിടക്കുന്ന ബക്കറ്റുകളിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അവൻ വെള്ളമെടുത്ത് തലയിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു. ദേഷ്യം വന്ന് ബക്കറ്റ് ദൂരേക്ക് എറിഞ്ഞു. വീണ്ടും പഴയ കാര്യങ്ങൾ പറയേണ്ടി വന്നതോർത്ത് അവൻ വേദനയോടെ ഉറക്കലറി. നഷ്ടപ്പെട്ട വർഷങ്ങളോർത്ത് അവൻ ഉറക്കലറിക്കറിഞ്ഞുകൊണ്ട് ടാങ്കിന്റെ ഭിത്തിയിൽ കൈകൊണ്ട് അടിച്ചുകൊണ്ടിരുന്നു. ദേഷ്യം തീരാത്ത പോലെ കണ്ണുകൾ അടച്ചു നിന്ന കാശിയുടെ മുമ്പിൽ കോളേജ് ഗ്രൗണ്ടിൽ താൻ നിൽക്കുന്നതും ചുറ്റും തന്റെ പേർ ആർത്തി വിളിച്ചു നിൽക്കുന്ന സഹപാഠികളെയും കണ്ടു. കലിനാഥൻ. ഓർമ്മകളിൽ നിന്നുണർന്ന് കാശി ആ സ്വരം കേട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ബാബ. പുറകിൽ നിൽക്കുന്നയാളെ കണ്ട് അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് വിളിച്ചു. കാശിനാഥൻ ബാബയെന്ന് വിളിക്കുന്ന പ്രഭുവീര ഛത്രപതിയുടെ വിളി കേട്ട് അവൻ നിറയുന്ന കണ്ണുനീരിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. ജയിലിൽ പ്രായം കൂടിയ തടവുകാരിൽ ഒരാളാണ് പ്രഭുവീര ഛത്രപതി. ഈ 5 വർഷം കൊണ്ട് അയാളുടെ പേരക്കുട്ടിയെ പോലെ കാശി മാറിയിരുന്നു. കാശി അയാളെ നോക്കി നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. തൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കരഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കാൻ അവൻ പുഞ്ചിരിക്കുന്ന കണ്ട് ബാബയ്ക്ക് നെഞ്ച് നീർന്നുണ്ടായിരുന്നു. ഉള്ളിൽ സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന അവൻ ഇന്നെങ്കിലും ഒന്ന് കരയട്ടെന്ന് അയാൾ മനസ്സിൽ നിശ്ചയിച്ചു. ബാബയുടെ കാശിക്കുട്ടിങ് വന്നേ. അതുവരെ കരച്ചിൽ ഉള്ളിൽ പിടിച്ചു വയ്ക്കാൻ നോക്കിയ കാശി സ്വയം നിയന്ത്രിക്കാനായില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടവൻ ബാബയെ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ തോറ്റുപോയി ബാബ, എല്ലായിടത്തും തോറ്റുപോയി. ഈ ജീവിതത്തിൽ എനിക്കൊന്നും നേടാനായില്ല. എൻ്റെ ജീവിതവും എൻ്റെ സ്വപ്നവും എല്ലാം തകർന്നു. എനിക്കെങ്ങോട്ടും പോവേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്നെ ഇവിടുന്ന് കൊണ്ടുപോലെന്ന് പറ ബാബ. അവൻ പറയുന്നെല്ലാം കേട്ട് ബാബ ഒന്നും മിണ്ടാതെ അവൻ്റെ മുടിൽ തലോടിക്കൊണ്ടിരുന്നു. അവൻ്റെ വേദനകളെല്ലാം കണ്ണീർ മഴയായി പെയ്തു തോരട്ടെയെന്ന് അയാൾ നനച്ചു. ബാബ അവനെ ടാങ്കിനടുത്തേക്ക് കൊണ്ടുപോയി മേലേക്ക് ബക്കറ്റ് കൊണ്ട് തലവഴി വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം അവൻ്റെ മുഖത്തേക്ക് അളവില്ലാതെ പതിയുമ്പോഴും മരവിച്ചിരിക്കുന്ന അവൻ്റെ കണ്ണുകൾ അപ്പോഴും ഒഴുകുന്ന അറിയാമായിരുന്നു. ബാബ തോളിൽ കിടക്കുന്ന തോർത്തുകൊണ്ട് അവൻ്റെ മുടിയിലും നെഞ്ചിലുമുള്ള വെള്ളമെല്ലാം തുടച്ചു നീക്കി. സെല്ലിനടുത്തേക്ക് നടക്കുമ്പോഴും അവൻ മറ്റേതോ ലോകത്തായിരുന്നു. പാതി ജീവനുള്ള ശരീരം പോലെ അവൻ തളരുന്ന പോലെ ബാബയ്ക്ക് തോന്നി. ചെറിയ കട്ടിലിൻ്റെ ഒരറ്റത്ത് അവനെ ബാബ ഇരുത്തി. 5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും കാശിയെ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടിട്ടില്ലായിരുന്നു. വസ്ത്രം മാറി കാശി അടുത്ത് നിൽക്കുന്ന ബാബയെ നോക്കി പുഞ്ചിരിച്ചു. എന്താണ് ഛത്രപതി എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? അയാളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് കാശി ചോദിച്ചു. ഒന്ന് പോടാ. അയാൾ ചിരിയോടെ തന്നെ നോക്കുന്ന അവൻ്റെ മുടി തലോടിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ നിന്നാലേ ശരിയാവില്ല. ഉച്ചക്ക് പോലെ എല്ലാവർക്കും കഴിക്കണമെങ്കിൽ ഇപ്പോൾ അടുക്കളയിൽ പോയി കയറണം. എനിക്കിന്ന് ഡ്യൂട്ടി അവിടെയാണ്. ബാബ ചായ കുടിച്ചില്ലല്ലോ, വായോ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. അവൻ ബാബയുടെ കൈപ്പിടിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഹാളിലേക്ക് നടന്നു. ഒരുപാട് തടവുകാർ ഉള്ളതുകൊണ്ട് വലിയ 2 ഹാളുകളാണ് ഉള്ളത്. കൃത്യമായ അകലത്തിൽ നിറയെ ബെഞ്ചും ടേബിളുകളുമാണ് ഹാളിൽ നിരത്തിയിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനുള്ള സമയമായതുകൊണ്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ മതിയാക്കി ഹാളിലേക്കുള്ള വാതിലും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാശി മുഹമ്മദിനോട് സംസാരിച്ചിരുന്നപ്പോൾ ബാബ വാതിലിനടുത്തേക്ക് നിന്നു. വാതിലിനടുത്ത് കിടക്കുന്ന ബെഞ്ചിൽ അയാൾ ഇരിക്കാനായി ശ്രമിച്ചതും അയാളുടെ കൂടെ കാശിയില്ലെന്ന് കണ്ട് അന്തോണിയും കൂട്ടനും പെട്ടെന്ന് ആ ബെഞ്ചിൽ വന്ന് നിരന്നിരുന്നു. വയസ്സായതുകൊണ്ട് അധികേരം നിൽക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ അയാളെ നോക്കി കളിയാക്കുന്ന രീതിയിൽ പാടാൻ തുടങ്ങി.
പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. അവരുടെ പാട്ട് കേട്ട് ദേഷ്യം വന്ന് ബാലുവും വിഷ്ണുവും നേരെ ബാബയെ കൈപ്പിടിച്ചുകൊണ്ടുവരാനായി ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റതും കാശി വാതിലിന് മുമ്പിലേക്ക് വന്ന് ബാബയുടെ കൈപിടിച്ച് ഭക്ഷണശാലയിലേക്ക് പ്രവേശിച്ചു. അവനെ കണ്ടതും ടേബിൾ കയറിയിരുന്ന പാത്രത്തിൽ താളമിട്ട് കൊട്ടിക്കൊണ്ട് പാടുന്ന അന്തോണിയും കൂട്ടരും തൊട്ടപ്പുറത്തെ ടേബിളിലേക്ക് ഇരുന്നു. കാശി ബാബയെ ആ ബെഞ്ചിലേക്ക് ഇരുത്തി അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. ബാലുവും വിഷ്ണുവും അയാൾക്കൊപ്പം വന്നിരുന്നു. തോമസ് ചേട്ടനുള്ള ഭക്ഷണം സെല്ലിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് കാശി തിരിച്ചു വന്നു. മോനെ, ഇവിടെ ഇരിക്ക്. ബാബ പാത്രത്തിൽ അവന് വേണ്ടിയെടുത്ത ഭക്ഷണം കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിശപ്പില്ല ബാബ, ഞാനിപ്പോൾ വരാം. ഇരിക്കാൻ നിൽക്കാതെ അവൻ ഭക്ഷണം വിളമ്പുന്നിടത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ചൂട് ചായ ആറ്റിയാണ് വരുന്നത്. കിളവിനുള്ള ചായയാവും, അതാ ആറ്റി കൊണ്ടുവന്ന്. അന്തോണി മെല്ലെ തൊട്ടപ്പുറത്തിരിക്കുന്നതിനോട് പറഞ്ഞ് ചിരിച്ചതും അവരുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന കാശി ഗ്ലാസ്സിലെ ചായ അന്തോണിയുടെ മുഖത്തേക്ക് വേഗത്തിൽ ഒഴിച്ചു. പൊള്ളലോട് അലറിക്കറിഞ്ഞ അന്തോണിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് കാശിനാഥൻ അയാളെ മേലോട്ട് ഉയർത്തി. പാമ്പുകൾക്ക് മാളമുണ്ടോ, പറവകൾക്ക് ആകാശമുണ്ടോ എന്ന് ശരിക്കും നോക്കിക്കോടാ. നിന്റെ പിഴച്ച നാക്കുകൊണ്ട് ഇനി വല്ലത് ഇവിടെ ഇരുന്ന് പൊലമ്പിയ നിന്റെ ആ നാക്ക് ഞാൻ പിഴുതെറിയും, കേട്ടോടാ. കാശി അവനെ ഭിത്തിയിലേക്ക് ഇടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വേദന കൊണ്ട് അലറി അയാൾ നിലത്തേക്ക് ഊർന്നിരുന്നു. ദൈവമേ, ഇടിവെട്ടും പോലെയാണ് ഇവന്റെ അടി വരുന്നത്. ഇവന് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണോ അങ്ങേര് പറഞ്ഞത്? ഇവന്മാരുടെ അടിയിൽ നിന്ന് എനിക്കാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്. അയാളെ അടിച്ചിട്ട് വരുമ്പോൾ തന്നെ കണ്ടിട്ടും ഒരു കൂസലില്ലാതെ കടന്നുപോയി ബാബയുടെ അടുത്ത് പോയിരുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കാശിയെ നോക്കി താടിയിൽ കൈവച്ചുകൊണ്ട് പരമേശ്വരൻ പറഞ്ഞു. ഉച്ചക്കുള്ള ഊണ് തയ്യാറാക്കിയാണ് കാശിയും കൂട്ടുകാരും. അവൻ ഓരോ ജോലിയും വേഗത്തിൽ ചെയ്തു തീർക്കുന്ന പരമേശ്വരൻ നോക്കി നിന്നു. ഒപ്പം കൂടെ പണിയെടുക്കുന്നവരോട് വേഗത്തിൽ ചെയ്തു തീർക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞ പണികളിലും അവന് പോയി സഹായിക്കുന്ന കണ്ട് പരമേശ്വരൻ ഭാസ്കർ പറഞ്ഞു തോർത്തു. ഒരു ചായ പോലും ശരിക്കും ഉണ്ടാക്കാൻ അറിയാത്തവനാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ പോലീസുകാർ പറയും അവൻ നന്നായിട്ട് പാചകം ചെയ്യുന്നു. വലിയ അടുപ്പിലേക്ക് വിറകുള്ളി വെച്ച് കത്തിക്കുമ്പോൾ പുക വന്ന മുഖത്തേക്ക് തട്ടുമ്പോൾ കണ്ണെരിയുമ്പോൾ കണ്ണു തുറക്കുന്ന അവനെ നോക്കി അയാൾക്ക് സഹതാപം തോന്നി. അയാൾ അവനെ നിരീക്ഷിക്കാൻ തുടങ്ങി. സാറേ, എനിക്ക് ഒരു കാര്യത്തിലേ ദേഷ്യം തോന്നാറുള്ളൂ. ഈ ജയിലിൽ എന്തിനാണ് ഇത്ര കാര്യമായിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുന്നത്? മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഇവിടെ വന്ന് കയറുന്നവന്മാര് തടിച്ച് തടിയന്മാരാക്കുന്നത് എന്തിനാണ് സാറേ? ഈ ഫുഡൊക്കെ വല്ല പാവങ്ങൾക്ക് കൊടുത്തൂടെ? അരിശത്തോട് അന്തോണിയെയും കൂട്ടരെയും നോക്കി പറഞ്ഞുകൊണ്ട് കാശി പോകുന്നതുകൊണ്ട് പരമേശ്വരൻ ചിരിച്ചു. സാറേ, അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ചോറും സാമ്പാറും. ഇവിടെയോ പഴയ ഗോതമ്പുണ്ട തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലത്. തന്നെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു പോകുന്ന മുഹമ്മദിനെ നോക്കി അന്തോണി ദേഷ്യത്തോടെ ചോറിനെ കയ്യിൽ പിടിച്ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയത് തൻ്റെ പ്രവൃത്തി കണ്ട് തന്നെ ചൂടി നോക്കുന്ന കാശിയെയാണ്. അത് കണ്ടതും പേടിയോടെ അയാൾ ചോറ് പാത്രത്തിലേക്കിട്ട് കഴിക്കുന്ന കണ്ട് കാശി ഗൗരവഭാവം വിടാതെ കടന്നുപോയി. എല്ലാം കണ്ടിരുന്ന പരമേശ്വരന് കാശിയുടെ നോട്ടം കണ്ട് പേടിച്ചിരിക്കുന്ന അന്തോണിയുടെ മുഖം കണ്ട് ചിരി വന്നു. അയാൾ ഉറക്കെ ചിരിച്ചു. അയാളുടെ ചിരി കേട്ട് അവിടെയാകെ നിശബ്ദമായി. ചുറ്റും നോക്കി ചമ്മി ചിരിയിരിച്ചുകൊണ്ട് അയാൾ നേരെ നോക്കിയത് അന്തോണിയെയാണ്. തന്നെ തറപ്പിച്ചു നോക്കി അന്തോണിയെ കണ്ടപ്പോൾ പേടിയോടെ അയാൾ പുറത്തേക്ക് പോയി. അയാൾ അടുക്കളയുടെ പിന്നിലേക്ക് വന്നപ്പോൾ വിറക് പിക്കാസ് കൊണ്ട് വെട്ടിക്കീറുന്ന കാശിയെയാണ് കാണുന്നത്. തനിക്ക് വിശക്കുന്നില്ല കാശി? പരമേശ്വരൻ മൃദുവായി അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, എനിക്ക് വിശപ്പില്ല. അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. കരഞ്ഞു കലങ്ങിയതാണെന്ന് പരമേശ്വരന് വ്യക്തമായിരുന്നു. പക്ഷേ വിറക് വെട്ടുന്ന അവൻ്റെ മുഖത്ത് കോപം നിഴലിച്ചു നിൽക്കുന്നതുകൊണ്ട് കാരണം ചോദിക്കാൻ അയാൾക്ക് പേടി തോന്നി. പരമേശ്വരൻ പോയതും കാശി ചുമലിലേക്ക് ചാരി കിതപ്പോടെ നിന്നു. തൂഷനിലയിൽ നിന്ന് തുമ്പപ്പൂ ചോറും രുചികരമായ വിഭവങ്ങളും കാച്ചിയ മോരും കൂട്ടി ഉരുളിയാക്കി തൻ്റെ വായിലേക്ക് പുഞ്ചിരിയോടെ വെച്ചിരുന്ന അമ്മയെ അവൻ ഓർത്തു നിന്നു. അറിയാതെ അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ അമ്മ. അകലിരിക്കുന്ന അമ്മ താനില്ലെന്ന വേദനയിൽ പിറന്നാൾ സദ്യ കഴിക്കില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. 5 വർഷമായി ഇവിടെ വന്നതൊട്ട് കാശി അമ്മയുടെ പിറന്നാൾ ദിവസം ഒന്നും കഴിക്കില്ലായിരുന്നു. അതറിയാവുന്നവർ അവനെ വിളിക്കാൻ വരാറുമില്ലായിരുന്നു. തൻ്റെ ജീവിതം നാശമാക്കിയവരുടെ മുഖങ്ങൾ ഓർമ്മയിൽ മിന്നിമറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവൻ വിറകിനെ തുണ്ടം തുണ്ടമാക്കി വെട്ടാൻ തുടങ്ങി. കലിയടങ്ങാതെ വിറക് വെട്ടിക്കയറുന്ന കാശിയുടെ കാതുകളിൽ കൊലപാതകി എന്ന് വിളിച്ചവരുടെ സ്വരങ്ങൾ കുത്തി നോവിക്കുന്ന പോലെ തോന്നി. അവനൊന്നും മിണ്ടാതെ നിലത്തേക്കിരുന്നു. കണ്ണിൽ പകയുടെ തിരുവട്ടം തിളങ്ങാൻ തുടങ്ങിയിരുന്നു.